കേരള മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും 4 കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് 24-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ടെന്ന്. പക്ഷേ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖയും ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് 17-ാം തീയതി വരെ ഇപ്പോൾ സമയമുള്ളൂ. ജൂൺ 14-ാം തീയതി നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരള വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. ജൂൺ 14-ാം തീയതിക്ക് ശേഷം മെയ് 5-ാം തീയതി വളരെ സിമ്പിളായിട്ട് വരുന്ന ഒരു എക്സാമിനെ നമ്മൾ ഏത് രീതിയിൽ നോക്കിക്കാണണമെന്ന് അവനവൻ തന്നെ ചിന്തിച്ച് ഉറപ്പിക്കേണ്ട ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നു പോകുന്നത്. കുട്ടികളോട് പറയുന്നതിനേക്കാളും കൂടുതൽ രക്ഷിതാക്കളോടാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം, നമുക്കൊരു ഇവൻ്റ് വരാൻ പോകുന്നു, ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വരാൻ പോകുന്നു. പക്ഷേ ആ ഉത്കണ്ഠയ്ക്ക് അപ്പുറത്ത് നമ്മുടെ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് അയാളുടെ കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ആ രീതിയിലുള്ള വർത്തമാനങ്ങളിലൂടെ ആ രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 91-ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. ശിവൻ സാർ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പിസോഡ് തുടങ്ങുകയാണ്. ശിവൻ സാർ, നമ്മുടെ നീറ്റ് എൻട്രൻസ് എക്സാം അടുത്ത് വരുന്നു. ഇനി ഏകദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21 ദിവസമേ ഉള്ളൂ. 21-ാമത്തെ ദിവസം നമ്മുടെ കുട്ടികൾ നീറ്റ് എക്സാം ഹാളിലായിരിക്കും. അതെ. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും NEETന് ഇത്തവണ ഒരു NTA കൂടുതലായിട്ടൊരു പ്രൊവിഷൻ നൽകിയത് എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്ഷൻ വരുത്താനുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ അനുവദിക്കാറില്ലാത്തതാണ്. ഇത്തവണ 2 ദിവസം കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും തെറ്റുകൾ തിരുത്താനുള്ളവർ മാത്രം. അപ്പം പലരെങ്കിലും വിചാരിച്ചു ഇത് NTA ആപ്ലിക്കേഷൻ എല്ലാം വെരിഫൈ ചെയ്തിട്ട് അതിൽ വേണ്ട കറക്ഷനുകളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്, NTA പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്താനുള്ളൊരു അവസരമാണെന്ന് ചിലരെങ്കിലും കരുതി കാണും. അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന തെറ്റുകൾ എന്തെങ്കിലും ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്ത് നമ്മൾ മാർച്ച് ആദ്യം ഉണ്ടായിരുന്നു, ആ സമയത്ത് തിരുത്തിയില്ല എങ്കിൽ തിരുത്താൻ ഒരു അവസരം കൂടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചില്ല അല്ലെ ലോഗിൻ ചെയ്ത് നോക്കിയില്ല എന്നുള്ളതൊരു കുഴപ്പമല്ല, പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, എക്സാം സെൻറ്റർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ളൊരു അവസരം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ നമുക്കറിയാം ആധാർ റീ ഒതൻറ്റിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളും ഇപ്പോഴും വിളിക്കുന്നുണ്ട്, ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ ആധാറിൻ്റെ ആ കോളത്തിൽ ഗ്രീൻ സിഗ്നൽ കാണുന്നില്ല, ബാക്കി എല്ലായിടത്തും ടിക്ക് മാർക്ക് ഉണ്ട്, അപ്പോൾ എൻ്റെ ആധാർ ഇതുവരെ വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലരെല്ലാം ആധാർ ഇപ്പോഴും വെരിഫൈ ചെയ്യുന്നുമുണ്ട്. ഈ 15-ാം തീയതി വരെ ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചിട്ടുമുണ്ട്. ആരാണ് ആധാർ റീ ഒതൻറ്റിക്കേഷൻ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ എല്ലാവരും ഇപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ആധാർ ഒതൻറ്റിക്കേഷൻ കൊടുക്കണോ എന്നൊരു ചോദ്യമുണ്ട്. വേണ്ട, നമുക്ക് എല്ലാവരും കയറി ചെയ്യേണ്ടതല്ല ആധാർ ഒതൻറ്റിക്കേഷൻ. ഇപ്പം നീറ്റിൽ എല്ലാവരും തന്നെ 95% പേരും അവർ ആ കുട്ടികളുടെ തന്നെ ആധാറിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് മൊബൈൽ OTP വന്നിട്ടാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇനി വീണ്ടും കയറിയിട്ട് വീണ്ടും ആധാർ ഒതൻറ്റിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടില്ല. അങ്ങനെ അവർ ആപ്ലിക്കേഷൻ എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആധാറിൽ എന്തെങ്കിലും അപാകത കണ്ടുപിടിച്ചിട്ട് അവർ പറഞ്ഞൊന്നുമല്ല. ആകെ 2 സെക്ഷനെ മാത്രമേ ഇത് NTA ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്ന് ഫെബ്രുവരി 9, 10 തീയതികളിൽ ആദ്യത്തെ ദിവസം ആധാറിൻ്റെ ഡേറ്റ വെച്ച് ചെയ്തവർക്ക് ഡേറ്റ തന്നെ മാറിപ്പോയായിരുന്നു. നോർത്ത് ഇന്ത്യയിലുള്ള പലരും ആധാർ നമ്പർ വെറുതെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാമായിരുന്നു. അങ്ങനെ ലോഗിൻ ചെയ്ത് നമ്മളുടെ ഡേറ്റ മിസ്മാച്ച് ചെയ്തായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വീണ്ടും കാൻഡിഡേറ്റിൻ്റെ തന്നെ ഡീറ്റെയിൽസ് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ആധാർ റീ ഒതൻറ്റിക്കേഷൻ കൊടുത്തിരുന്നത്. അങ്ങനെയുള്ളവർ മാത്രം കയറിയാൽ മതിയായിരുന്നു. പിന്നെ 1-2 കുട്ടികൾ ആധാറിൽ OTP വന്നില്ലായിരുന്നു. ആ സമയത്ത് ആധാർ അപ്ഡേറ്റ് അല്ലാത്തത് കൊണ്ട് അവർ അച്ഛൻ്റെയോ അമ്മയുടെയോ പാൻ കാർഡോ പാസ്പോർട്ടോ ഉപയോഗിച്ചാണ് നീറ്റിൻ്റെ ആ 1 ടൈം വിൻഡോയിലൊക്കെ കയറിയത്. അങ്ങനെയുള്ളവർക്ക് കാൻഡിഡേറ്റിൻ്റെ തന്നെ ആധാർ ആക്കാനായിട്ടുള്ള ഒരു അവസരം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മൊത്തത്തിൽ കേരളത്തിലൊരു 10-12 പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ആധാർ റീ ഒതൻറ്റിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ 1.5 ലക്ഷം പേരും കയറിയിട്ട് ചെയ്യേണ്ട ഒരു വിൻഡോ അല്ല ആധാർ ഒതൻറ്റിക്കേഷൻ എന്നുള്ളത്. ഓർമ്മയിലിരിക്കട്ടെ. അവിടെ ടിക്ക് വേണമെന്നുള്ളതോ ടിക്ക് വേണോ വേണ്ടയൊന്നുമില്ല. കൃത്യമായിട്ടും എന്തെങ്കിലും കറക്ഷൻ ഉള്ളവർ മാത്രം ആ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രവേശിച്ചാൽ മതിയാകും. ഇനി നമുക്ക് എക്സാം സിറ്റി അനൗൺസ്മെൻ്റ് ആണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ അല്പം ഡിലേ ആയതുകൊണ്ട്
നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന പോലെ 25-ാം തീയതി അഡ്മിറ്റ് കാർഡ് വരാനുള്ള സാധ്യത അല്പം കുറവാണ്. 25-ാം തീയതിയോടുകൂടി എക്സാം സിറ്റി അനൗൺസ്മെന്റ് ആയിരിക്കും വരുന്നത്. നമ്മൾ 2 സെന്ററുകളാണ് കൊടുത്തിരുന്നത് അല്ലെ, 2 ചോയ്സാണ് കൊടുത്തിരുന്നത് നീറ്റിന്. അതിൽ ഒന്നാമത്തെ എക്സാം സെന്റർ അനുവദിച്ചുകൊണ്ടുള്ള ആ അറിയിപ്പ്, എക്സാം സിറ്റി അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്ലിപ്പ് ഏതാണ്ട് 25-ാം തീയതിയോടുകൂടി NTA വെബ്സൈറ്റിൽ വരും. അപ്പം മെയ് 5-ാം തീയതി ഏത് ജില്ലയിൽ വെച്ചാണ് പരീക്ഷ നടക്കുന്നതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. അതിനകത്ത് സ്കൂളിന്റെ പേരോ അഡ്രസ്സോ ഒന്നും ഉണ്ടാവില്ല. മെയ് 5 ഏത് ജില്ലയിലാണ് എക്സാം അനുവദിച്ചിരിക്കുന്നതെന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം വിദേശത്തൊക്കെ ആണെങ്കിൽ യാത്ര ചെയ്യാനൊക്കെയുള്ള സൗകര്യാർത്ഥം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. അതിനുശേഷം ഈ മാസം അവസാനത്തോടു കൂടിയാണ്, ഏതാണ്ട് ഏപ്രിൽ 30 ലാസ്റ്റ് ഡേറ്റിലായിരിക്കും നീറ്റിന്റെ പ്രൊവിഷണൽ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാനുള്ള സാധ്യത. ആ അഡ്മിറ്റ് കാർഡ് ആയിരിക്കും നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ തയ്യാറാക്കേണ്ടത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയമാണ്, ഈ പ്രൊവിഷണൽ അഡ്മിറ്റ് കാർഡ് വരുന്നു എന്ന് പറയുന്നത് ഒറിജിനൽ വേറെ വരാനുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് തീർച്ചയായിട്ടും, കാരണം ഈ അഡ്മിറ്റ് കാർഡിന്റെ ഹെഡിങ്ങിൽ തന്നെ പ്രൊവിഷണൽ അഡ്മിറ്റ് കാർഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ, അതായത് കോപ്പിയാണോ, ഒറിജിനലിന് വേറെ വരുമോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇപ്പം ഇതുവരെ NTA ഒരു രേഖയും പരിശോധിച്ചിട്ടില്ല. നമ്മൾ കൊടുത്ത നമ്മളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അക്കാഡമിക്കിൻ്റെ റോൾ നമ്പർ, മാർക്ക്, നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളതെല്ലാം കാൻഡിഡേറ്റ് എന്തൊക്കെയാണോ ഓൺലൈനിൽ ഫില്ല് ചെയ്തത് അത് വെച്ചിട്ട് നമ്മളെ ഈ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷണലി നമ്മൾ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് NTA പറയുന്നു നിങ്ങൾ പരീക്ഷ എഴുതിക്കോളൂ. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തോളൂ. അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഒരു കോളേജിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുള്ളൂ. അപ്പം ആ അലോട്ട്മെന്റ് കിട്ടുമ്പോഴും അങ്ങനെ തന്നെയാ. നമ്മൾ ഓൺലൈൻ ചെയ്തേ ഉള്ളൂ, ഒരു സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്തിട്ടില്ല. അഡ്മിറ്റ് കാർഡ് വന്നു, പ്രൊഫഷണലാണ്, ഒന്നും വെരിഫൈ ചെയ്തിട്ടില്ല. പരീക്ഷ എഴുതി ഓൺലൈൻ അലോട്ട്മെന്റിലൊക്കെ പങ്കെടുത്തു, നമുക്ക് നല്ല റാങ്ക് ഉണ്ട്, നമ്മൾ ഓപ്ഷനൊക്കെ കൊടുത്തു, എയിംസിൽ കിട്ടി. ഉടനെ നമുക്ക് അടിച്ചു വന്നത് എന്താണ്, പ്രൊവിഷണലി അലോട്ട്മെന്റ് എന്നാണ് എഴുതി കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പ്രൊവിഷണലി അലോട്ട്മെന്റ് ലെറ്ററും എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ആഗസ്റ്റിൽ കോളേജിലോട്ട് ചെന്നിട്ട് ആ കോളേജ് അധികാരികൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് ഇതെല്ലാം കൃത്യമായിരുന്നു എന്ന് പറയുന്നിടത്ത് മാത്രമേ നമുക്ക് ഒറിജിനൽ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അതുവരെ ഉള്ളതെല്ലാം പ്രൊവിഷണൽ എന്ന് രേഖപ്പെടുത്തും. അത് നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അതെല്ലാവർക്കും അങ്ങനെയാണ്. ആ പ്രൊവിഷണൽ അഡ്മിറ്റ് കാർഡ് തന്നെയാണ് മെയ് 5-ാം തീയതി നീറ്റിന് ഉപയോഗിക്കേണ്ടത്. സർ, അതുപോലെ തന്നെ ഒരു അഡ്മിറ്റ് കാർഡിന്റെ ഒരു പ്രിപ്പറേഷനൊക്കെ സാറ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത്തവണ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്, അവർ പുതിയതായിരിക്കും. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചോദിക്കുകയാണ്, അഡ്മിറ്റ് കാർഡിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും? നമ്മുടെ നീറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് വരുന്നത് നമ്മളുടെ ഇമെയിലിനകത്തോട്ട് അയച്ചു തരികയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ അതിന്റെ ലിങ്ക് തരികയോ ഒന്നുമല്ല. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ നീറ്റിന്റെ വെബ്സൈറ്റ് ഏതാണ്? exams.nta.ac.in/neetug. നമ്മൾ അപ്ലൈ ചെയ്ത വെബ്സൈറ്റ്. ആ വെബ്സൈറ്റിൽ തന്നെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം നമുക്കിനി OTP വരാനുള്ള സാങ്കേതികത്വം, ആ ഫോൺ നമ്പർ വേണമെന്നോ നമ്മൾ ഉപയോഗിച്ച പാസ്വേഡ് മറന്നുപോയെന്നോ ഒന്നും പ്രശ്നമല്ല. ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. എത്ര വേണമെങ്കിലും അഡ്മിറ്റ് കാർഡ് എടുക്കാം. 1 കോപ്പി എടുക്കാവുള്ളൂ, 2 കോപ്പി എടുക്കാം. കാരണം ഇത് നമുക്ക് അഡ്മിഷൻ സമയത്ത്, കാരണം ഈ പരീക്ഷ എഴുതുന്ന മെയ് 5-ാം തീയതി നമ്മൾ കൊണ്ടുപോകുന്ന അഡ്മിറ്റ് കാർഡ് അവർ എക്സാം സെന്ററിൽ മേടിച്ചു വെക്കും, തിരിച്ച് തന്നു വിടില്ല. കാരണം നമുക്ക് പിന്നീട് അഡ്മിറ്റ് കാർഡിന്റെ എല്ലായിടത്തും ഉപയോഗമുണ്ട്. കാരണം ഏത് കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അഡ്മിറ്റ് കാർഡ് കൊണ്ടുചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വേറെ ഡൗൺലോഡ് ചെയ്യാം. എപ്പോഴും അഡ്മിറ്റ് കാർഡിന്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും പരീക്ഷ കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് സമയത്ത് അടുത്ത ഡിസംബറിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്ര കോപ്പിന്നൊന്നും വേണം നിർബന്ധമില്ല. മെയ് 5-ാം തീയതി പോകാൻ വേണ്ടിയിട്ട് ഒരു 5 പേജുള്ള ഒരു അഡ്മിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. ആ 5 പേജും ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതിയാകും. അതിനകത്ത് നമ്മുടെ ഫോട്ടോ ഉണ്ടായിരിക്കും, നമ്മുടെ സിഗ്നേച്ചർ ഉണ്ട്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം, പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അങ്ങനെയുള്ളതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. PWD ആണെങ്കിൽ പ്രത്യേകം നമുക്ക് അതിനുള്ള ഒരു അഡ്മിറ്റ് കാർഡ് പ്രത്യേകവും ഉണ്ടായിരിക്കും. അതിനുശേഷം അതിൻ്റെ ഏറ്റവും നടുക്ക് ഭാഗത്തായിട്ട് നമ്മളുടെ പേരും അഡ്രസ്സും എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു കോളമുണ്ട്, സെൽഫ് ഡിക്ലറേഷൻ ഫോം. അതിന് താഴെ ഇടത്ത് സൈഡിൽ നമ്മുടെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഒട്ടിക്കണം. അതിന് ചെറിയ കോളം, എന്നാലും ആ കോളത്തിനകത്ത് മുകളിലോട്ട് മാറ്റർ മറിഞ്ഞു പോകുന്ന രീതിയിൽ ഒട്ടിക്കാം. പാസ്പോർട്ട് സൈസാണ്, സ്റ്റാമ്പ് സൈസ് ഒന്നും മേടിക്കണ്ട. ആ കോളം നിറയാൻ വേണ്ടി ചെറിയ ഫോട്ടോ ഒന്നും ആക്കണ്ട, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പേരും ഡേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനി ഇല്ലാത്തതാണ് അപ്ലോഡ് ചെയ്തത്, അങ്ങനെ എന്താണോ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആ ഫോട്ടോ തന്നെ ഒട്ടിക്കുന്നു. തമ്പ് ഇംപ്രഷൻ വെക്കുന്നു.
അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ കോളം ഉണ്ട് കാൻഡിഡേറ്റിൻ്റെ. പക്ഷേ അതിപ്പോൾ സിഗ്നേച്ചർ ഇടണ്ട. മെയ് 5-ാം തീയതി എക്സാം ഹാളിൽ ചെന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ അഡ്മിറ്റ് കാർഡ് സൈൻ ചെയ്യുന്നത്. അത് ഒന്നാമത്തെ പേജ്. രണ്ടാമത്തെ പേജിൽ വലിയൊരു ബോക്സ് കാണാം നമുക്ക്, 6x4 നമ്മുടെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ പേരും ഡേറ്റും വേണമെന്ന് ചോദിക്കരുത്. അപ്ലോഡ് ചെയ്തതിനകത്തുണ്ടെങ്കിൽ ഈ പോസ്റ്റ് കാർഡിലും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ നമ്മുടെ 2 പേജ് അഡ്മിറ്റ് കാർഡ്, ആദ്യത്തെ 2 പേജ്, മൊത്തം 5 പേജാണെങ്കിലും ബാക്കി 3, 4, 5 ഒക്കെ ഇൻസ്ട്രക്ഷൻസാണ്. പിന്നെ 5-ാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ആധാർ ഇല്ലാത്തവർക്ക് കൊണ്ടുപോകാനുള്ള ഡിക്ലറേഷൻ ഫോമാണ്. അതിൽ 1ഉം 2ഉം പേജ് എന്ന് പറയുന്നതാണ് നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്. അത് ടോളായിട്ട് നല്ല പോർട്രേറ്റ് ആയിട്ട് A4 സൈസിൽ കളർ പ്രിൻ്റ് ഔട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം. ആ പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ടാണ് നമ്മൾ മെയ് 5-ാം തീയതി പോകുന്നത്. അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഫോട്ടോ അഡീഷണൽ ആയിട്ട് കൊണ്ടുപോകണം അവിടെ അറ്റൻ ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. പിന്നെ വാലിഡ് ID പ്രൂഫ്. നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ നമ്മളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ളത് എക്സാക്ട്ലി കറക്റ്റുള്ള ഏതാണ് ID ഉള്ളത്? +2 ഹോൾ ടിക്കറ്റ്, ആധാർ, പാസ്പോർട്ട്, പാൻ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, ആധാർ എൻറോൾമെൻറ്റ് ഫോം, ഏതുമാവാം. നീറ്റിന് നമ്മൾ കൊടുത്ത പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അതേപോലെ തന്നെയുള്ള നമ്മളുടെ ഒരു വാലിഡ് ID പ്രൂഫിൻ്റെ ഒറിജിനലും കൂടെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. അപ്പം അഡ്മിറ്റ് കാർഡ് 2 പേജ്, അതിനകത്ത് നമ്മൾ 2 ഫോട്ടോ ഒട്ടിക്കുന്നു, ഒരു പാസ്പോർട്ട് സൈസും ഒരു പോസ്റ്റ് കാർഡ് സൈസും. അതുകൂടാതെ ഒരു പാസ്പോർട്ട് സൈസ് അഡീഷണൽ ആയിട്ട് എടുക്കുന്നു, ഒരു വാലിഡ് ID പ്രൂഫിൻ്റെ ഒറിജിനലും നമ്മൾ എടുക്കുന്നു. അപ്പം ഈ ആധാർ പറ്റിയില്ലേ? പറ്റും. ഈ ആധാറോ ഏതെങ്കിലും ആവാം, വാലിഡ് ID പ്രൂഫ്. അതും നമുക്ക് അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ടാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ടാണ് മെയ് 5-ാം തീയതി എക്സാം ഹാളിലോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഈ അഡ്മിറ്റ് കാർഡ് വരുന്ന ആദ്യം തന്നെ നമുക്ക് തലേ ദിവസമുള്ള ഒരു തപ്പൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ID ആണ് കൊണ്ടുപോകേണ്ടത്, നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോഴത്തെ പേര് എക്സാക്ട്ലി ഉള്ള ID ഏതാണുള്ളതെന്നൊക്കെ ഒന്ന് നോക്കി അതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇനി 2 ആഴ്ചക്കാലം സമയമല്ലേ ഉള്ളൂ. അപ്പം വാലിഡ് ID പ്രൂഫൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ഹോൾ ടിക്കറ്റ് തയ്യാറാക്കുന്നു. മെയ് 5-ാം തീയതി പോകാനായിട്ട് ബാക്കി വാലിഡ് ID പ്രൂഫും പിന്നെ ഡ്രസ് കോഡ് ഒക്കെ നമ്മൾ സാർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഡ്രസ് കോഡിനെ കുറിച്ച് സാറ് തയ്യാറാക്കിയ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ അത് നിങ്ങൾ അതനുസരിച്ച് എക്സാമിന് പോകാനായിട്ട് തയ്യാറായാൽ മതിയാകും. സർ, അതുപോലെ തന്നെ നീറ്റ് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീമും അല്ലേ? അപ്പോൾ കീമുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? കേരള മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും B.Pharm-ൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും 4 കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് 24-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ടെന്ന്. പക്ഷേ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖയും ഉൾപ്പെടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് 17-ാം തീയതി വരെ ഇപ്പോൾ സമയമുള്ളൂ. ചിലപ്പോൾ നീട്ടി കൊടുത്തേക്കാം, എല്ലാ വർഷവും നീട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ സബ്മിറ്റ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിക്കുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അതിനുശേഷം OBC-യോ അല്ലെങ്കിൽ SC/ST-യോ അല്ലെങ്കിൽ EWS-ഓ മൈനോറിറ്റിയോ എക്സ്-സർവീസോ NRI-യോ അങ്ങനെ ഏത് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് 24-ാം തീയതി വരെ സാവകാശം അനുവദിക്കും. നമുക്കിപ്പോൾ പല കുട്ടികളും കോഴ്സുകൾ ആഡ് ചെയ്തിട്ടില്ല. എഞ്ചിനീയറിംഗ് മാത്രമേ വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മെഡിക്കൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ബാക്കി കോഴ്സുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് കീമിന് വരില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവരെ അറിയിക്കുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ പേരിന് തെറ്റുണ്ടെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്തിന് തെറ്റുണ്ടെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽ ചെയ്ത് കൊടുക്കാം. അതിന് സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ നമ്മളത് തെറ്റുണ്ടെന്നുള്ളത് മെമ്മോ വന്നു കഴിയുമ്പം ജൂണിലെ മെമ്മോ വരും. ഇതൊക്കെ ജൂണിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിനനുസരിച്ച് പുതിയ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തെടുക്കാൻ സമയം വരും. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് ഇല്ല, കറക്ഷൻ വിൻഡോ വരില്ല. പകരം നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് 24-ാം തീയതി വരെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട്, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സും കൂടെ കൂടുതലായിട്ട് അതേ ആപ്ലിക്കേഷനിൽ തന്നെ ചേർക്കണമെങ്കിൽ അതിനുള്ള സാവകാശവും സാധാരണ ഈ 18 മുതൽ 24 വരെ അനുവദിക്കാറുണ്ട്. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എല്ലാ വർഷവും അങ്ങനെ പതിവുണ്ട്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. 17-ാം തീയതിക്ക് ശേഷം കോഴ്സുകൾ അതേ ആപ്ലിക്കേഷനിൽ തന്നെ ആഡ് ചെയ്യാനുള്ള അവസരവും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ റിസർവേഷൻസ് അനുസരിച്ച് നമ്മൾ കൃത്യമായ സർട്ടിഫിക്കറ്റ് ആണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, കേരളൈറ്റ് ആകാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, കുട്ടിയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. OBC ആണെങ്കിൽ വില്ലേജ് ഓഫീസ് എന്നുള്ള നോൺ ക്രിമിലെയർ വേണം. SC/ST ആണെങ്കിൽ തഹസീൽദാർ എന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. EWS ആണെങ്കിൽ വില്ലേജ് ഓഫീസ് എന്നുള്ള EWS സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ബാക്കിയുള്ള റിസർവേഷൻ്റെയും സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കി 24-ാം തീയതിക്കുള്ളിൽ നമ്മുടെ കീമിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അതിനുശേഷം എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തവർക്ക് മെയ് 15 അഡ്മിറ്റ് കാർഡുകൾ വരും.
ജൂൺ 1 മുതൽ 9 വരെ നടക്കുന്ന എഞ്ചിനീയറിംഗ് പരീക്ഷയിലോ B.Pharm പരീക്ഷയിലോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിനുശേഷം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായിട്ടും ആ ഡീറ്റെയിൽസ്, നീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ നമ്മൾ നീറ്റും കീമുമായിട്ട് ബന്ധിപ്പിച്ചില്ല. ഇപ്പം കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തു എന്നല്ലാതെ നമ്മൾ അതിനകത്ത് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറോ റോൾ നമ്പറോ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് കേരള മെഡിക്കൽ റാങ്ക് ഉണ്ടാവുക? ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരള വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ജൂൺ 14 ശേഷം. അങ്ങനെയാണ് ജൂലൈ ആദ്യത്തെ ആഴ്ച കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും പിന്നീട് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങും കേരള കൗൺസിലിങ്ങും ഒക്കെ നടക്കുകയും ചെയ്യും. സർ, അതുപോലെ തന്നെ നീറ്റിനും കീമിനും ഒക്കെ അപ്പുറം ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കോഴ്സുകളും കൂടി ഉണ്ട്. അപ്പോൾ അത് ഏതെല്ലാമാണ്? നമ്മൾ എനിക്ക് തോന്നുന്നു ജനുവരിയിലെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, ഈ മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് ധാരാളം ആപ്ലിക്കേഷൻസ് വരുന്ന സമയമാണ്. അവിടെ നമുക്ക് ഈ 2024-25 അധ്യയന വർഷത്തിൽ ഏത് മേഖലകൾ പഠിക്കണമെങ്കിലും അതിന് അനുസൃതമായിട്ടുള്ള ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 ആപ്ലിക്കേഷൻ്റെ സമയമാണ് ഇപ്പോൾ. ഒന്ന്, നമുക്കറിയാം ഐസറുകൾ. അത് റിസർച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ കുട്ടിക്കാലത്ത് മുതൽ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാം, അവർക്ക് ഫിസിക്സ് പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്, കെമിസ്ട്രി പഠിക്കാനുണ്ട്, മാത്സ് പഠിക്കാനുണ്ട്, ബയോളജി പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റിസർച്ച് അഭിരുചിയുള്ളൊരു കുട്ടിക്ക്, വളരെ ഷാർപ്പായിട്ടുള്ളൊരു കുട്ടിക്ക് പറ്റിയ മേഖലയാണ് ഐസറുകൾ. അവിടുത്തെ 5 ഇയർ BSMS പ്രോഗ്രാമോ 4 ഇയർ BS പ്രോഗ്രാമിനോ ഒക്കെ അപേക്ഷിക്കേണ്ട സമയമാണ് ഇപ്പോൾ. iser.admission.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ജൂൺ 9 പരീക്ഷ. എഴുതേണ്ട സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. 2022 പാസ്സായവർക്കും 23 പാസ്സായവർക്കും 24 ബോർഡ് എക്സാം എഴുതിയവർക്കും ഒക്കെ 3 വർഷക്കാർക്ക് ഐസറിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഐസറിൻ്റെ ആപ്ലിക്കേഷനാണ്. മറ്റൊന്ന് ആപ്ലിക്കേഷൻ ജൂൺ 30 നടക്കുന്ന നൈസർ നെസ്റ്റ്. നമുക്ക് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ഭുവനേശ്വർ, അതുപോലെ മഹാരാഷ്ട്ര മുംബൈയിലെയൊക്കെ ക്യാമ്പസിലോട്ട് പ്രവേശനം ഉൾപ്പെടെ ജോലി സാധ്യതകൾ ധാരാളമുള്ള നൈസർ നെസ്റ്റിനും ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മതി. 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് അനുസരിച്ച് നമുക്ക് പ്രവേശനം കിട്ടും. 2022, 23, 24 3 വർഷക്കാർക്കും നൈസർ നെസ്റ്റിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനായി. മൂന്നാമത്തതാണ് IISc ബാംഗ്ലൂർ. നമ്മൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാണല്ലേ. കാരണം ലോകോത്തര നിലവാരമുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒന്നാമത്തെ സ്ഥാപനമാണ് IISc ബാംഗ്ലൂർ. അവിടെ IISc ബാംഗ്ലൂർ സ്വന്തമായിട്ടൊരു പരീക്ഷ നടത്തുന്നില്ല. പകരം ഏറ്റവും പ്രധാനപ്പെട്ട 4 ദേശീയ നിലവാരത്തിലുള്ള പരീക്ഷകളുടെ റാങ്കിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. നീറ്റിൽ നിന്ന് IISc ബാംഗ്ലൂരിൽ കിട്ടും, JEE മെയിനിൽ നിന്ന് കിട്ടും, JEE അഡ്വാൻസിൽ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ പറഞ്ഞ ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്കിൽ നിന്നും നമുക്ക് IISc ബാംഗ്ലൂരിൽ പഠിക്കാനായിട്ട് സാധിക്കും. ബ്രില്യൻറ്റിൽ ഐസറിന് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണല്ലേ, 240 മാർക്കും മേടിച്ചുകൊണ്ട് വിവേക് മേനോൻ ഐസറിൽ 1ാം റാങ്ക് കിട്ടി. വിവേക് പഠിക്കുന്നത് IISc ബാംഗ്ലൂരിലാണ്. സഞ്ജയ് P. മെല്ലാർ JEE അഡ്വാൻസ്ഡിൽ കേരളത്തിൻ്റെയും ബ്രില്യൻറ്റിൻ്റെയും ഒക്കെ അഭിമാനമായിരുന്നു അല്ലേ. ആ സഞ്ജയ് P. മെല്ലാരൊക്കെ പഠിക്കുന്നത് IISc ബാംഗ്ലൂരിലാണ്. കാരണം IIT മുംബൈ കിട്ടുമായിരുന്നു, അല്ലെ IIT മദ്രാസിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് IISc ബാംഗ്ലൂരിൽ പഠിക്കാൻ ചേർന്നതെങ്കിൽ അതിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ സാധിക്കും. IISc ബാംഗ്ലൂരിൽ പഠിക്കണമെങ്കിൽ നീറ്റും JEE മെയിനും JEE അഡ്വാൻസ്ഡും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു കുട്ടി 4 എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആ 4 എക്സാമും സെലക്ട് ചെയ്യണം. എന്നിട്ട് റിസൾട്ട് വരുമ്പോഴേ, ഇപ്പോൾ ഏപ്രിൽ 25 JEE മെയിൻ റിസൾട്ട് വരും. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ IIScയുടെ നോട്ടിഫിക്കേഷൻ വരും, ആ റിസൾട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന പോലെയാണ്. ഓരോ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ആ റിസൾട്ട് IIScയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അത് മറ്റൊരു സാധ്യത. പിന്നെയുള്ളത് IIT മദ്രാസിലെ 32 സീറ്റുകളുള്ള മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും BS പ്രോഗ്രാം. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോഗ്രാം. ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. 32 സീറ്റുകളെ ഉള്ളെങ്കിൽ പോലും ഡോക്ടർമാരാണ് പഠിപ്പിക്കുന്നത് IITകളിൽ. അത്രയധികം ടെക്നോളജി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനും പ്രവേശനം കിട്ടും. അതിനും ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമാണ്. അപ്പം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇതെല്ലാം തന്നെ. അതിൽ ഓരോരുത്തർക്കും അവനവന് അഭിരുചിയുള്ള മേഖലകളിലൊക്കെ അപേക്ഷിക്കുന്നത് നല്ലതാണ്. പ്രവേശനം വേണമോ പിന്നീട് പരീക്ഷ എഴുതണമെന്നൊക്കെ ഉള്ളത് പിന്നെയുള്ള കാര്യങ്ങൾ. പക്ഷേ കുറേ എണ്ണമെങ്കിലും അപേക്ഷിച്ച് വെക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത്.
ഇപ്പം നീറ്റിൻ്റെ ഒക്കെ നോക്കുന്ന കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ അവർ നല്ല സ്ട്രോങ് ആണ്. അപ്പം എങ്ങാനും ഗവൺമെന്റ് MBBS കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി BSc അഗ്രികൾച്ചർ ഒക്കെ കിട്ടാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അപ്പം ആ മേഖലയിലൊക്കെ തന്നെ താല്പര്യമുള്ള കുട്ടികൾ ധാരാളം ഐസറുകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു കുട്ടിയായിട്ട് അഭിരുചിയുള്ള പല മേഖലകളിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കേണ്ടതാണ്. അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, അതുപോലെ BSc നേഴ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാറ്റ് ഷോയിൽ തന്നെയാണെങ്കിൽ നമ്മൾ നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് BSc നേഴ്സിങ്ങിൻ്റെ സാധ്യതകളെ കുറിച്ച്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രോഗ്രാമാണ് BSc നേഴ്സിങ്ങും. അതും ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ധാരാളം സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകളൊക്കെ ഇപ്പം BSc നേഴ്സിങ്ങിൻ്റെതായിട്ടുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ റെപ്യൂട്ടേഷനോട് കൂടി നമുക്ക് BSc നേഴ്സിങ്ങിന് ധാരാളം ജോലി സാധ്യതകൾ ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട BSc നേഴ്സിംഗ് പ്രവേശനം നടക്കുന്നത് എയിംസുകളിലാണ്. എയിംസിന്റെ BSc നേഴ്സിംഗ് പരീക്ഷ ജൂൺ 8-ാം തീയതിയാണ്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ഇവർ ഈ പഠിച്ചത് തന്നെയാണ് പരീക്ഷ എഴുതേണ്ടത്. എയിംസ് ഡൽഹിയിൽ പ്രവേശനം കിട്ടും. ഏറ്റവും ചിലവ് കുറഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ജൂൺ 8-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ ഏപ്രിൽ 26-ാം തീയതി വരെ എയിംസ് BSc നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാം. 1600 സീറ്റുകളാണുള്ളത്. മിലിറ്ററി നേഴ്സിങ്ങിന് നീറ്റാണ് അടിസ്ഥാന യോഗ്യത. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റാണ്. ജൂൺ മാസത്തിലേ വരികയുള്ളൂ. ജിപ്മറിൽ BSc നേഴ്സിംഗ് കിട്ടണമെങ്കിൽ നീറ്റാണ് അടിസ്ഥാന യോഗ്യത. അതുപോലെ തന്നെ കർണാടകത്തിൽ ഇപ്പോൾ ഏപ്രിൽ 18-19 തീയതികളിൽ കർണാടകയുടെ CET നടക്കുന്നു, BSc നേഴ്സിംഗ് പ്രവേശനം. തമിഴ്നാട്ടിൽ സ്വന്തമായിട്ട് തമിഴ്നാട് പരീക്ഷ നടത്തുന്നുണ്ട് ജൂണിൽ. മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും തെലങ്കാനയും ഒക്കെ നീറ്റിൻ്റെ റാങ്കിൽ നിന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജോ കോട്ടയോ തൃശ്ശൂരോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലൊക്കെയുള്ള BSc നേഴ്സിങ്ങിന് +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ഇവിടുത്തെ +2 റിസൾട്ട് വന്നു കഴിയുമ്പോൾ സാധാരണ LBS സെൻറ്റർ വഴിയാണ് അത് അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമുക്ക് കൃത്യമായ നിർദ്ദേശം അവർക്ക് നൽകുകയും ചെയ്യാം. സർ, അതുപോലെ തന്നെ നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രധാനമായും ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് 21 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു സ്വഭാവം നമുക്ക് 21 ദിവസങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ 22ാമത്തെ ദിവസം അത് നമ്മുടെ സ്വഭാവമായി തന്നെ മാറുമെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ മെയ് 5-ാം തീയതി വളരെ സിമ്പിളായിട്ട് വരുന്ന ഒരു എക്സാമിനെ നമ്മൾ ഏത് രീതിയിൽ നോക്കിക്കാണണമെന്ന് അവനവൻ തന്നെ ചിന്തിച്ച് ഉറപ്പിക്കേണ്ട ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ കടന്നു പോകുന്നത്. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ നന്നായിട്ട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഞാൻ എക്സാം ഹാളിനെ ആ എക്സാമിനെ നോക്കിക്കാണണമെന്നുള്ളത് ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ അതിന് എന്നും നിങ്ങളുടെ മനസ്സിലിട്ട് ആ ഒരു എക്സാം ഹാളും അവിടെ നടക്കുന്ന പ്രോസസ്സുകളും ഒക്കെ നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ബി പോസിറ്റീവായിട്ട് വേണമെന്ന് മാത്രം. കാരണം നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് മനസ്സിൽ കരുതി ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന എക്സാമുകളെ അതിൻ്റെ സമയമെടുത്തുകൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ 2 മോഡലുകൾ വളരെ സിമ്പിളായിരുന്നു. പല കുട്ടികളും 4:45 വരെ എഴുതേണ്ട പരീക്ഷ 4 മണിയാകുമ്പോൾ തീർത്തു. എന്നിട്ട് 25-30 നെഗറ്റീവ് വന്നിട്ട് എനിക്ക് അറിയാമായിരുന്നതായിരുന്നു, ഒന്നും കൂടെ ആലോചിച്ചാൽ കിട്ടിയേനെ എന്ന് പറഞ്ഞു. അതിലെന്താണ് അർത്ഥം ഇരിക്കുന്നത്? നീറ്റിനൊരിക്കലും നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ഒഴിവ് കഴിവ് ഉണ്ടാവരുത്. ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് തന്നെ എടുത്തോളൂ, എളുപ്പമാണെങ്കിലും ടഫാണെങ്കിലും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് വരുന്നതെങ്കിൽ പല ആവർത്തി വായിച്ച് അതിൻ്റെ സമയം അതിന് കൊടുത്ത് ആ ക്വസ്റ്റിന് വേണ്ടി ഒരു റെപ്യൂട്ടേഷൻ അതിന് കൊടുത്തേ പറ്റൂ. കാരണം അതിന് 4 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായി പോയെന്ന് വിചാരിച്ചാൽ അതിന് 4 മാർക്ക് അല്ലാതിരിക്കുമോ? അല്ല, അതിന് 4 മാർക്ക് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ട ആ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ 1 മിനിറ്റ് എടുത്ത് തന്നെ കൃത്യമായി നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു മെൻ്റലി നമ്മൾ മനസ്സിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് മെയ് 5 നമ്മൾ എത്തണം. അപ്പം ഇപ്പോൾ മുതൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇനി കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ നിൽക്കുന്ന ആ സ്റ്റാറ്റസിൽ തന്നെ ഏറ്റവും കംഫർട്ടായിട്ട് മെയ് 5 എത്തുകയാണ് ഇനി ചെയ്യേണ്ടത്. സർ, നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളെ പോലെ തന്നെ അതേ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് അവരുടെ രക്ഷിതാക്കൾ എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അവരോട് എന്താണ് സാറിന് ഈ സമയത്ത് പറയാനുള്ളത്? തീർച്ചയായിട്ടും കുട്ടികളോട് പറയുന്നതിനേക്കാളും കൂടുതൽ രക്ഷിതാക്കളോടാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ മോഡൽ കഴിയുമ്പോഴും ആ മാർക്ക് കാണാനുള്ള ആ ഒരു ടെൻഡൻസി എനിക്ക് തോന്നുന്നു കൂടുതലും പേരൻസിനാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പം അതിനനുസരിച്ച് നമ്മളുടെ ആങ്സൈറ്റി കുട്ടികളിലോട്ടും
വളരെയധികം പടരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എത്രത്തോളം ആങ്സൈറ്റി ഉണ്ട്, തീർച്ചയായിട്ടും നമുക്കതൊന്നും മാറ്റാനായിട്ടാവില്ല. പക്ഷേ നമുക്കതല്ലാത്ത രീതിയിൽ പെരുമാറുവാൻ നമുക്കറിയാം. നമുക്കൊരു ഇവൻ്റ് വരാൻ പോകുന്നു, ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വരാൻ പോകുന്നു. പക്ഷേ ആ ഉത്കണ്ഠയ്ക്ക് അപ്പുറത്ത് നമ്മുടെ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് അയാളുടെ കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കുകയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ആ രീതിയിലുള്ള വർത്തമാനങ്ങളിലൂടെ, ആ രീതിയിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മനസ്സ് ഉദ്യോഗമായെങ്കിൽ, നമ്മുടെ മുഖത്ത് ആ ഉദ്യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുട്ടിയിലേക്കും എത്തും. അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ, മനഃപൂർവ്വമായി തന്നെ നമ്മൾ ഈ പ്രതിസന്ധികൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പ്രതികരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. കുട്ടി ഏത് സാഹചര്യമാണെങ്കിലും അത് ഏറ്റവും സില്ലിയായിട്ടുള്ളൊരു മാറ്ററിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും അവർക്കത് തോന്നണം. അങ്ങനെ വേണം നമ്മൾ മെയ് 5 നമ്മുടെ കുട്ടികളെ ഏറ്റവും സന്തോഷത്തോടു കൂടി എക്സാം സെൻറ്ററിലോട്ട് കടത്തിവിടാനായിട്ട്. അത് പേരൻസും ആ ഒരു ജാഗ്രത കാണിക്കണം. പിന്നെ അഡ്മിറ്റ് കാർഡ്, ID ഏതാണ് വാലിഡ് ID കൊണ്ടുപോകേണ്ടത്, ഏത് ഡ്രസ്സുകളാണ് ഇടേണ്ടത്, അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ ദയവായിട്ട് ചെയ്തു വെക്കുകയും ചെയ്യണം. അപ്പോൾ നീറ്റിൻ്റെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നീറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. തുടങ്ങി ഈ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്തപ്പോൾ ശിവൻ സാറ് പറഞ്ഞത് നീറ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് ചെയ്യേണ്ട മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനെ കുറിച്ചൊക്കെ ശിവൻ സാർ പറഞ്ഞു. ഇത്തരത്തിൽ കൃത്യമായൊരു ഗൈഡൻസിലൂടെ നീറ്റ് 2024 എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ നയിക്കുന്ന ശിവൻ സാർ ഒരുപാട് തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് ലഭിച്ച ഒരുപാട് വിവരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമായി ബന്ധപ്പെട്ടൊരു പ്രോഗ്രാമുമായി ഞങ്ങൾ അടുത്ത വാരം ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം കേട്ടുകൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.